نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, പരമകാരുണ്യകനായ പടച്ചവന്റെ പരിശുദ്ധ ദീനീ വിധിവിലക്കുകളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിൽ ധർമ്മനിഷ്ഠയോടെ പ്രതിഫല പ്രതീക്ഷയോടെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും പ്രയോഗവൽക്കരിക്കുന്ന മുത്തഖീങ്ങളായ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടണമേ എന്ന് ആമുഖമായി എന്നെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ ഇഷ്ട ദാസന്മാരിൽ ഉൾപ്പെടുവാനുള്ള മഹാഭാഗ്യം മരിക്കുന്നത് വരെ അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാണ്. നിർവഹിക്കുന്ന കർമ്മങ്ങൾക്കെല്ലാം പാരത്രിക ജീവിതത്തിൽ സ്വർഗപ്രവേശനം ലഭിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിയാറുകൾക്ക് നൽകുന്ന ആത്മീയ അനുഗ്രഹം നമ്മിൽ അവൻ നൽകുമാറാണ്. കഴിഞ്ഞ 2 ഖുതുബകളിലായി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം വളരെ വ്യക്തമായ ലക്ഷ്യത്തോടെ പുതിയ കാലത്തെന്നല്ല ഏത് സമയത്തും മനുഷ്യ മനസ്സിൽ അന്ധവിശ്വാസത്തിന്റെയും ചൂഷണങ്ങളുടെയും മേഖലകളിൽ കടന്നു വരാറുള്ള ജിന്നുമായി ബന്ധപ്പെട്ട് വിശാലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നികരമായ ധാരണകൾ, എന്നാൽ അതിന്റെ പ്രാമാണികമായ വായനയിൽ അതിൽ നിന്ന് തവക്കുലോടുകൂടി നിർഭയത്വത്തോടുകൂടി ഇസ്ലാമിക ഉമ്മത്ത് ഇതര സമൂഹങ്ങൾക്കടക്കം മാതൃകയായി ജീവിക്കേണ്ട കാലഘട്ടത്തിന്റെ നേട്ടം പുതുക്കി തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്നതുമായി ബന്ധപ്പെടുത്തിയുള്ള സംസാരമാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഖുതുബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേക സൃഷ്ടി വർഗമായ ജിന്നിനെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യവും അതിന്റെ കാര്യവും ഒക്കെ നമ്മൾ സംസാരിച്ചു. മനുഷ്യർക്ക് മുമ്പേ സൃഷ്ടിക്കപ്പെട്ടവരാണ് ജിന്നുകൾ. ജിന്നായിരുന്നാലും മനുഷ്യരായിരുന്നാലും
അള്ളാഹു അവർക്ക് ഇരുവർക്കും അഥവാ നമുക്കും ജിന്ന് വർഗത്തിന് നൽകിയ ലക്ഷ്യം പടച്ച റബ്ബിനെ ഇബാദത്തെടുക്കലാണ്. അതേപോലെ തന്നെ ജിന്ന് വർഗത്തിന് നമ്മെ കാണുവാൻ കഴിയും, എന്നാൽ നമുക്ക് ജിന്ന് വർഗത്തെ പിശാചുക്കളെ കാണുവാൻ സാധ്യമല്ല എന്ന ഗണ്യതമായ പ്രമാണത്തിൽ നിന്നുള്ള തിരിച്ചറിവ്. അതേപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശുദ്ധ ഖുർആനും ജിന്ന് വിഭാഗത്തിനടക്കം ഉത്ബോധനത്തിന് വേണ്ടി അയക്കപ്പെട്ടതാണ്, ഇറക്കപ്പെട്ടതാണ് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പഠന ക്ലാസ്സിൽ ജിന്നുകൾ പങ്കെടുത്തിരുന്നു എന്നും അതുമായി ബന്ധപ്പെട്ട ആയത്തുകൾ. അതേപോലെ തന്നെ പരലോക വിചാരണയ്ക്ക് ഇരു വിഭാഗവും വിധേയമാകും. അതിൽ രണ്ട് വിഭാഗത്തിനും, മനുഷ്യവർഗത്തിനും ജിന്ന് വർഗത്തിനും ഒക്കെ നന്മ പ്രവർത്തിച്ചവർക്ക് സ്വർഗവും തിന്മ പ്രവർത്തിച്ച് പടച്ച റബ്ബിനെ ധിക്കരിച്ചവർക്ക് നരകവും ഉണ്ട് എന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചു. അതേപോലെ തന്നെ ജിന്നുകളെ വിധേയപ്പെടുത്തി കൊടുത്ത മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ അതിനെ ഒരു പൊതുവായന നടത്തി ആളുകൾക്കിടക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കി, വിശ്വാസം ഉണ്ടാക്കി, തെറ്റിദ്ധാരണ ഉണ്ടാക്കലല്ല. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്കും അതേപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഏതെങ്കിലും അർത്ഥത്തിൽ പ്രത്യേകമായിട്ട് ജിന്ന് വർഗങ്ങളുമായി ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് അവിടേക്ക് മാത്രമാണ് എന്നും അതിനെ പൊതുവൽക്കരിച്ച് ആളുകൾക്കിടക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന വിധത്തിൽ പ്രമാണങ്ങൾ സംസാരിക്കുന്നില്ല എന്നും നമ്മൾ സൂചിപ്പിച്ചു. ഇന്ന് ജിന്ന് വർഗത്തിൽ അഥവാ ജിന്നുകളിൽ നല്ലവരുമുണ്ട്, ചീത്ത വിഭാഗവും ഉണ്ട് എന്ന് പറയും. മനുഷ്യരെ പോലെ തന്നെ നന്മയും തിന്മയും ഒക്കെ ചെയ്യുവാനുള്ള പ്രകൃതവും സ്വാതന്ത്ര്യവും ജിന്ന് വിഭാഗത്തിന്റെ, ജിന്ന് വർഗത്തിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യരിൽ തിന്മ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അത് നമ്മൾ മനുഷ്യ പിശാചുക്കൾ എന്നൊക്കെ ആലങ്കാരികമായി പറയും. വിശുദ്ധ ഖുർആനിലെ 114 അധ്യായം സൂറത്തുൽ നാസിൽ ആമുഖമായി ഓതി വെച്ചിടത്ത് മിനൽ ജിന്നതി വന്നാസ്, ജിന്നുകളിലും മനുഷ്യരിൽപ്പെട്ട പിശാചുക്കളിൽ നിന്ന് അള്ളാഹുവിനോട് ശരണം തേടണം എന്ന് അള്ളാഹു അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ജിന്ന് വർഗത്തില് തിന്മ പ്രവർത്തിക്കുന്ന, അധർമ്മങ്ങൾ കാണിക്കുന്ന, തിന്മയിലേക്കും തെറ്റിലേക്കും ഒക്കെ നമ്മെ നയിക്കുന്ന വിഭാഗം അവരാണ് സാത്താന്മാർ, പിശാചുക്കൾ. അതിനാണ് ശൈത്താൻ എന്ന് പറയാറുള്ളത്. ആ ശൈത്താൻ തന്നെയാണ് ഇബ്ലീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെട്ടു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി മലക്കുകളോടും ഇബ്ലീസ് അടക്കമുള്ള ജിന്ന് വിഭാഗത്തോടും അല്ലാഹുവിന്റെ കൽപ്പനയുണ്ടായി. എന്നാൽ ഇബ്ലീസ് അത് ധിക്കരിച്ചു. 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫിലെ 50-ാം സൂക്തത്തിൽ ആ ധിക്കാരത്തോടുകൂടി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സൃഷ്ടിഘടനയെ കുറിച്ച് മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ആദമിനെ ഞാൻ സുജൂദ് ചെയ്യും, കാരണം തീജ്വാലയിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന്. അതുകൊണ്ട് ആദമിനേക്കാളും മികച്ചത് ഞങ്ങളാണ് എന്ന വംശീയതയുടെ ഉദ്ഘാടനം കൂടിയാണ് അള്ളാഹുവിന്റെ അനുഗ്രഹം നിഷേധിക്കപ്പെടുന്ന വിധത്തിൽ ആട്ടി പുറത്താക്കപ്പെട്ട ജിന്ന് വർഗത്തിലെ ആ വർഗമാകുന്ന ഇബ്ലീസ് ആ സമയത്ത് നിർവഹിച്ചത്. ഇബ്ലീസ് ധിക്കരിച്ചു. അതോടുകൂടിയാണ് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നത്. അങ്ങനെ നിരാശപ്പെടുന്നവൻ എന്ന അർത്ഥത്തിലാണ് ഇബ്ലീസ് എന്ന പേര് കൂടി കിട്ടിയത്. സുജൂദ് ചെയ്യാൻ പറഞ്ഞ കൽപ്പന ധിക്കരിച്ചതിലൂടെ ജിന്നിൽ നിന്ന് കൽപ്പന ധിക്കരിച്ച ശൈത്താൻ, പിശാച്, തിന്മ പ്രവർത്തിക്കുന്നവൻ, അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ശൈത്താൻ എന്ന പേര് കൂടി ലഭിച്ചു. അപ്പൊ ശൈത്താനും അതേപോലെ തന്നെ ഇബ്ലീസും ഒന്ന് തന്നെയാണ്. ലിസാനുൽ അറബി എന്ന ഡിക്ഷണറിയിൽ കുല്ലു ആതിൻ മുതമല്ലിദ് മിനൽ ജിന്നി വൽ ഇൻസാനി വദ്ദവാബി ശൈത്താൻ എന്ന് കാണാൻ കഴിയും. ഭാഷാപരമായി കുല്ലു ആതിൻ മുതമല്ലിദ് മിനൽ ജിന്നി വൽ ഇൻസാൻ അഥവാ ധിക്കരിക്കുകയും അനുസരണക്കേട് കാണിക്കുകയും പരിധി ലംഘിക്കുകയും ചെയ്യുന്ന ജിന്നുകളിലും മനുഷ്യരിലും ജീവികളിലും പെട്ട എല്ലാത്തിനും ശൈത്താൻ എന്ന് പ്രയോഗിക്കാവുന്നതാണ് എന്ന്. അങ്ങനെയെങ്കിൽ വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും ശൈത്താൻ എന്ന പ്രയോഗം അഥവാ തിന്മ പ്രവർത്തിക്കുന്ന പിശാചുക്കളെ ഏതൊക്കെ രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം കഴിഞ്ഞ വകുപ്പിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയത്തിലൊക്കെ ഇസ്ലാമിക ഉമ്മത്ത് തെറ്റിദ്ധരിച്ച് അന്ധവിശ്വാസങ്ങളിലേക്ക്, ചൂഷണങ്ങളിലേക്ക്, പലതരത്തിലുള്ള മാനഹാനികളിലേക്ക്, അതുപോലെ തന്നെ അതിശയോക്തികള്, അസ്ഥാനത്തുള്ള വായനകള്, അക്ഷര വായനകള്, എന്നാൽ പ്രമാണങ്ങളിൽ തെറ്റിമാറിയ വായനകൾ, ഇങ്ങനെ പലതും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം
ആ ഒരു അർത്ഥത്തിൽ പ്രസക്തമായി തീരുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിലായിരുന്നാലും സാമൂഹിക ഇടങ്ങളിൽ രണ്ടാളുകൾ കൂടുതലെടുത്തായിരുന്നാലും ഏകദേശം ഒരു മിനിമം ധാരണ ഈ വിഷയത്തിൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് പറഞ്ഞ് എന്നെ വീഴ്ത്തേണ്ടതില്ല എന്ന് പറയുന്നിടത്തേക്കെങ്കിലും നമ്മുടെ ഈമാൻ, നമ്മുടെ ഇസ്ലാമിക ബോധം, ഈ വിഷയത്തിലുള്ള ധാരണ എത്തേണ്ടതുണ്ട്. ഇബ്ലീസ് എന്ന പദത്തിൽ തന്നെ ശൈത്താനെ പ്രയോഗിച്ചത് ഖുർആനിൽ 11 തവണയാണ്. അതേപോലെ തന്നെ ശൈത്താൻ ശയാത്തീൻ സിംഗുലറായും പ്ലൂറലായും ജംആയും അതുപോലെ തന്നെ മുഫ്രദായിട്ടും പ്രയോഗിച്ചിട്ടുള്ളത് 88 തവണയാണ്. ഇത് വിവിധ ആശയങ്ങളിൽ, വിവിധ അർത്ഥതലങ്ങളിൽ, വിവിധ ലക്ഷ്യങ്ങളിലൊക്കെയായി അല്ലാഹു സുബ്ഹാനഹു വ തആല ശൈത്താൻ ശയാത്തീൻ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അതിനെ ഹഖീഖിയായും മജാസിയായും, അഥവാ അതിന്റെ യാഥാർത്ഥ്യത്തോട് കൂടിയിട്ടും അതേപോലെ തന്നെ ഉപമ, ആലങ്കാരികം എന്ന രൂപത്തിലൊക്കെ പ്രയോഗിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 14-ാം സൂക്തം, വഇദാ ലഖുൽ ലദീന ആമനൂ ഖാലൂ ആമന്നാ വഇദാ ഖലൂ ഇലാ ശയാത്തീനിഹിം ഖാലൂ ഇന്നാ മഅകും ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ. വഇദാ ലഖുൽ ലദീന ആമനൂ, വിശ്വാസികളായ ആളുകളെ കപട വിശ്വാസികൾ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ അവർ പറയും, ഖാലൂ ഇന്നാ മഅകും, ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്, ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്. വഇദാ ഖലൂ ഇലാ ശയാത്തീനിഹിം, എന്നാൽ ആ കപട വിശ്വാസികൾ അവരുടെ ആളുകളുടെ, അവരുടെ നേതാക്കന്മാരുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കൂടെ തന്നെയാണ്, അവരെ ഞങ്ങൾ പരിഹസിക്കുകയായിരുന്നു. മുസ്ലിങ്ങളെ, വിശ്വാസികളെ, പ്രവാചക അനുയായികളെ ഞങ്ങൾ പരിഹസിക്കുകയായിരുന്നു, ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയാണ്. അതിൽ ആ കപട വിശ്വാസികളുടെ ആൾക്കൂട്ടത്തെ, നേതാക്കന്മാരെ, ഇവർ ചെന്ന് ചേർന്ന് ഇവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള കപട വിശ്വാസികളെ കുറിച്ച് ഖുർആൻ പറഞ്ഞിടത്ത് അവർ അവരുടെ പിശാചുക്കളുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ, അഥവാ ദുർമാർഗത്തിലേക്കും കാപട്യത്തിലേക്കും ഒക്കെ നയിക്കുന്ന ആളുകൾക്ക് ആനുകാലികമായി ശയാത്തീൻ എന്ന് പ്രയോഗിച്ചതാണ്. അതല്ലാതെ വിശ്വാസികളെ കണ്ടുമുട്ടിയിട്ടുള്ള കപട വിശ്വാസികൾ പിന്നെ അവരുടെ തന്നെ ഒരു കൂട്ടം ആളുകൾ അടുത്ത് ചെന്നപ്പോ അവരിങ്ങനെ പ്രത്യേക രൂപകോണക്കമായി പിശാചിന്റെ രൂപത്തിൽ അങ്ങനെ നിൽക്കുകയാണ് എന്നല്ല ഉദ്ദേശിക്കുന്നത്. അപ്പൊ പദാനുപദം അർത്ഥം വെച്ച് കഴിഞ്ഞാൽ ശൈത്താൻ ശയാത്തീൻ അർത്ഥത്തില്ല, എന്നാൽ അതിനെ ആലങ്കാരികമായി ഖുർആൻ ഇവിടെ പ്രയോഗിക്കുകയാണ്. അതേപോലെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 90-ാം സൂക്തത്തിൽ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു റിജ്സുൻ മിൻ അമലി ശൈത്താൻ, തീർച്ചയായും ചൂതാട്ടവും അതേപോലെ തന്നെ മദ്യവും ബലിപീഠങ്ങളും പ്രശ്നം വെച്ച് നോക്കുന്ന കോലുകളും ഒക്കെ പിശാചിൽ നിന്ന്, റിജ്സുൻ മിൻ അമലി ശൈത്താൻ, അത് പിശാചിൽ നിന്നുള്ളതാണ്, മാലിന്യങ്ങളാണ് എന്ന് പറയാൻ. എന്നിട്ട് തുടർന്ന് പറയാം, ബലിപീഠങ്ങള്, മദ്യം, ഇതൊക്കെ പിശാചിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗം എന്ന് പറഞ്ഞാൽ പിശാചുകൾ ഇങ്ങനെ കൂടിയിട്ട് കുറെ മദ്യം ഉണ്ടാക്കുക, അതേപോലെ തന്നെ ബലിപീഠങ്ങൾ ഉണ്ടാക്കുക, പ്രശ്നം വെച്ച് നോക്കുന്ന കോലുകൾ ഉണ്ടാക്കുക, എന്നിട്ട് കുറെ ആളുകളെ ഏൽപ്പിക്കുക. ആ രൂപത്തിൽ വായിക്കാൻ കഴിയോ? ഇല്ല. അതേപോലെ തന്നെ അതിന്റെ അടുത്തായി ഇന്നമാ യുരീദു ശൈത്താൻ, തീർച്ചയായും പിശാച് ശൈത്താൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കാൻ, ചൂതാട്ടത്തിലും ലോട്ടറിയിലും ചൂതാട്ടത്തിലും അതേപോലെ തന്നെ ഖംർ എന്ന് പറഞ്ഞാൽ മദ്യത്തിലും, അപ്പൊ മദ്യത്തിന്റെ കാര്യത്തിലും ചൂതാട്ട വിഷയത്തിലും ഒക്കെ നിങ്ങൾക്കിടയിൽ പിന്നെ ശത്രുതയും അതേപോലെ തന്നെ വിദ്വേഷവും ഉണ്ടാക്കി തീർക്കുന്നു. ന്യൂഇയറൊക്കെ കഴിഞ്ഞ് അതിന്റെ ശേഷം പിറ്റേ ദിവസത്തെ തലേ ദിവസം പത്രമെടുത്ത് വായിക്കുന്ന സമയത്ത് 24 കുത്താ കുത്തിയത്. സുഹൃത്തുക്കൾ എന്നോട് ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞില്ല, അവരോടാ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് 24 കുത്തി. അതാ പിശാചിന്റെ വഴി. അതെല്ലാം കത്തി കൈ കൊണ്ട് കുത്തടാന്ന് പറയില്ല. പിശാച് മനസ്സിൽ വിശ്വാസം ഉണ്ടാക്കും, അതിലേക്ക് വരാം. അപ്പൊ ഇത് ഖുർആൻ വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്, ഇന്നമാ യുരീദു ശൈത്താന യൂഖിഅ ബൈനകും അൽ അദാവത വൽ ബഗ്ദാ എന്ന് പറയും. വയസുദ്ദുകും അൻ ദിക്രില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നഷ്ടപ്പെടുത്തി കളയും, അതിൽ നിങ്ങൾക്ക് തടസ്സമുണ്ടാക്കും, നല്ല കാര്യങ്ങൾക്ക് പോകാൻ പറ്റാത്ത കോലത്തിൽ വിശ്വാസം ഉണ്ടാക്കും, തിന്മയാണ് നിങ്ങൾക്ക് തോന്നിപ്പിക്കുക, നല്ല ഇസ്ലാമിക ഉമ്മത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് അവരെ കൊണ്ടില്ലെന്നാണ് ഖുർആൻ കൃത്യ പിശാചിന്റെ വശംവദനായി കഴിഞ്ഞാൽ നമസ്കാരത്തിൽ നിന്നൊക്കെ നിങ്ങളെ തെറ്റിച്ചു കളയും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചത്, ഇത്തരത്തിൽ അധർമ്മങ്ങളിൽ നിന്നൊന്നും നിങ്ങൾക്ക് മാറി നിൽക്കാറായില്ലേ എന്ന്. അപ്പൊ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിലൊക്കെ പ്രയോഗിച്ചു. ഈ ഒരുപാട് കാരണം ഈ 88 സ്ഥലങ്ങളിൽ ശൈത്താൻ ശയാത്തീൻ പ്രയോഗിച്ചിടത്തൊക്കെ അവിടൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്ന തീർച്ചയായും ഇന്നമായി ഓർക്കും ബിസ്സൂഇ വൽ ഫഹ്ശായി, പിശാച് നിങ്ങളോട് കൽപ്പിക്കുന്നത് ഫഹ്ശായി, തിന്മയും തെറ്റും അധർമ്മങ്ങളും മ്ലേച്ഛമായ കാര്യങ്ങളും ഒക്കെയാണ് എന്ന രൂപത്തിലൊക്കെ പല ആയത്തുകളിൽ കാണാം. അതേപോലെ തന്നെ ഹദീസിൽ ശൈത്താൻ എന്ന് പറയുന്ന പ്രയോഗം അൻ ജാബിർ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ,
ഒരു പുതപ്പ് പിന്നെ ഒരാൾക്കുള്ളതാണ്, ഒരു മനുഷ്യനുള്ളതാണ്. രണ്ടാമത്തെ പുതപ്പ് നമ്മുടെ വീട്ടിലൊരു പുതപ്പുണ്ടെങ്കിൽ അത് നമുക്കുള്ളതാണ്. അതേപോലെ രണ്ടാമത്തെ പുതപ്പുണ്ടെങ്കിൽ അത് അവരുടെ ഭാര്യക്കുള്ളതാണ്. മൂന്നാമതൊരു പുതപ്പുണ്ടായിക്കോട്ടെ, ആ വിരിപ്പ് അതിഥിക്ക് ഗസ്റ്റ് വന്നാൽ ഉപയോഗപ്പെടുത്തിയിട്ട് അതിനുള്ളതാണ്. നാലാമത്തേതിന് ശൈത്താൻ പിശാചിനുള്ളതാണ്. നാലാമത്തേത് പിശാചിനുള്ളതാണ് എന്ന് പറയാം. അപ്പൊ വീട്ടിൽ അംഗങ്ങൾക്കനുസരിച്ചൊക്കെ പുറത്തുണ്ടായിക്കോട്ടെ, പക്ഷെ ഇങ്ങനെ ബെഡ്ഷീറ്റ് വിരിപ്പുകള് കംപ്ലീറ്റ് അലമാറയിൽ വരെ ആ എണ്ണത്തിനപ്പുറമായി ദൂർത്തുന്ന രൂപത്തിലേക്ക് അടുക്കി വെക്കുകയാണ് എങ്കിൽ അത് പിശാചിനുള്ളതാണ് എന്ന് സൂചിപ്പിച്ചത്. അവിടെ ഇസ്രാഫാണ്, അവിടെ ശൈത്താനത്. അതല്ലാതെ ടിവിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട പിശാച് തിരക്കടില്ല. ഒന്ന് എ സിയിലൊക്കെ പോയി ബ്ലാങ്കറ്റൊക്കെ പുറച്ച് കിടക്കുക, അവരുടെ വീട്ടിൽ എനിക്കൊരു പുറപ്പുണ്ട് എന്ന നിലയ്ക്ക് രൂപം മാറി വന്ന് നമ്മളറിയാതെ നമുക്ക് നമ്മുടെ പിന്നെ തൊട്ടപ്പുറത്തുള്ള റൂമിൽ അങ്ങനെ കിടന്നു ഉറങ്ങും എന്ന അർത്ഥം വെച്ച് എങ്ങനെ ഉണ്ടാകും? അപ്പൊ അങ്ങനെയല്ല. അതാണ് മജാസിയായിട്ട് പ്രയോഗിച്ചിടത്ത് ആ രൂപത്തിൽ തന്നെ അർത്ഥം വെക്കണം. നാലാമത്തെ പുറത്തിൽ ശൈത്താൻ പിശാചുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ വീടെടുക്കുമ്പോ വസ്തുവകകൾ വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളതേ വാങ്ങാൻ പാടുള്ളൂ. കാരണം ഇന്ന മുഖത്തിരിക്കാനും ദൂർത്തടിക്കുന്ന ആളുകൾ പിശാചിന്റെ ആൾക്കാരാണ് എന്ന് മറ്റൊരു സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ മറ്റൊരു ഹദീസിൽ നിങ്ങളുടെ നമസ്കരിക്കുന്നവന്റെ മുമ്പിലൂടെ ഒരാൾ പോവുകയാണെങ്കിൽ അവനവനെ തടയട്ടെ എന്നാണ് ഗൗരവമുള്ള കാര്യം. നമസ്കരിക്കുന്നവരുടെ മുമ്പിലൂടെ പോകാൻ പാടില്ല. അതിന്റെ ഗൗരവം അവൻ അറിഞ്ഞിരുന്നെങ്കിൽ ആ നമസ്കാരം വർഷങ്ങളോളം നീണ്ടു നിൽക്കുകയാണെങ്കിലും അവിടെ വെയിറ്റ് ചെയ്തവർ കാത്തിരിക്കുമായിരുന്നു എന്ന മറ്റൊരു ഹദീസ്. ശ്രദ്ധിക്കണം. പല ആളുകളും നമസ്കരിക്കുന്നവരുടെ മുന്നിലൂടെ പോകും. കുട്ടികൾക്കിടക്കൊക്കെ നമ്മള് അവരുടെ തുടക്കത്തിൽ പക്വതയെത്തുന്ന പ്രായത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ അതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് കൊണ്ടുവരണം. ഏതായിരുന്നാലും ഒരാൾ നമസ്കരിക്കുന്നവരുടെ മുന്നിലൂടെ പോവുകയാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയാം, അവനെ നീ തടയണം. നമസ്കാരത്തിലാണെങ്കിലും തടയണം. തടഞ്ഞിട്ട് അവൻ പോവുകയാണെങ്കിൽ അവനെ പോരടിക്കണം. മാറി നിൽക്കുന്ന രൂപത്തിൽ ആ രൂപത്തിൽ പിന്നെന്ത് ചെയ്യാം, പിന്നെ ഇടപെടാമെന്ന് പറയാം. യുദ്ധം ചെയ്യണമെന്ന ശരിക്കും അതിന്റെ അർത്ഥം ചിന്തല്ല. അപ്പൊ ആ രൂപ കർശനത്തോട് കൂടിയിട്ട് നമസ്കാരത്തിലാണ് നമ്മളെങ്കിലും നമ്മുടെ മുമ്പിലൂടെ നടന്നു നീങ്ങുന്ന മനുഷ്യരെ നമ്മൾ പിടിച്ചുകൊണ്ട് മാറ്റണം. കാരണം അത് ശിക്ഷാചാരം. കൂടി ഒരാൾ പിശാചിന്റെ രൂപം മാറിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് എന്നാണോ അതിന്റെ അർത്ഥം? അല്ല. കാരണം നമസ്കാരത്തെ ഡിസോർഡറാക്കുക, അതിൽ ഭക്തി നഷ്ടപ്പെടുത്തുക, മുന്നിലൂടെ പോവുക, ഈ കാര്യങ്ങളൊക്കെ ശൈത്താനിയത്താണ്, തിന്മയാണ്, വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ആ രൂപത്തിലാണ് അള്ളാഹുവിന്റെ റസൂല് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതേ രൂപത്തിൽ അങ്ങനെ തന്നെ അത് മനസ്സിലാക്കുവാൻ കഴിയണം. ഇനി ഇതല്ലാതെ ഹഖീഖിയായിട്ടും പറഞ്ഞിട്ടുണ്ട് പിശാചിന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ. അതിലേക്ക് വരുന്നതിന് മുമ്പ് പിശാചിനെ മനുഷ്യന്റെ മേൽ ഇത് നിർവഹിക്കാൻ കഴിയുന്ന കാര്യങ്ങളിലൊക്കെ അപ്പൊ പിശാചുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ അതേപോലെ തന്നെ ചർച്ചകളിൽ നമ്മള് പിന്നെ ഒരുപാട് കാര്യങ്ങൾ കേട്ടതിലൊക്കെ പിശാചിങ്ങനെ മറിച്ചു, പിശാചി തള്ളിയിടും. അതേപോലെ തന്നെ തേങ്ങയിടുമ്പോൾ ശ്രദ്ധിക്കണം. ഇത് പിശാചിന്റെ ജിന്നിന്റെ മുകളിൽ വന്നു വീഴാൻ സാധ്യതയുണ്ട്. മേശ വലിക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം അത് അടക്കുമെങ്ങാനും അതിൽ ശൈത്താൻ കുടുങ്ങിക്കഴിഞ്ഞാൽ പ്രത്യാക്രമണം നടത്തും ആ രൂപത്തിൽ. അതേപോലെ തന്നെ ഗർഭിണികളായ സ്ത്രീകള് അവരുടെ ഗർഭം പിന്നെ വിജയകരമാകാത്തതിന്റെ പിന്നില് പിശാചാണ് ഇടപെടുന്നത്. ഗർഭം അലസിപ്പിക്കും. അതേപോലെ പാത്രം മറിച്ചിടുക, ജനലടക്കുക, വാതിലടക്കുക, ഇങ്ങനെ പല രോഗം പരത്തുക, ഇങ്ങനെ പല രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങള് പിശാചിന് മനുഷ്യന്റെ മേൽ നിർവഹിക്കാൻ കഴിയുന്ന അധികാരത്തെ കുറിച്ച് വ്യാഖ്യാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ ശൈത്താൻ കയറുക, ഇറങ്ങുക, കണ്ണ് കാണുന്ന ആളുകളുടെയും മനുഷ്യരുടെയും പ്രശ്നം തന്നെ നമ്മൾ പരിഹരിച്ച് തീർത്തിട്ടില്ല. അവളാണ് കണ്ണുകൊണ്ട് കാണാത്ത പിശാചിനെ കയറ്റാനും ഇറക്കാനും അത് നമ്മൾ ചെയ്യണത്. അപ്പൊ കാണാത്ത പിശാചിനെ എന്ത് ചെയ്യാണ് ചർച്ച ചെയ്തിട്ട് സാധാരണക്കാരെ, പിന്നെ പാവപ്പെട്ട മനുഷ്യരെ, അതേപോലെ തന്നെ ഈമാനികമായിട്ട് ദൗർബല്യമുള്ള ആളുകളെയൊക്കെ ചെയ്യുന്നത് ചൂഷണം ചെയ്യുന്നതും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് അവർ അവിശ്വാസി ചെയ്യുന്നതിനേക്കാളും വലിയ പാഴ്ചയായിരിക്കും ഒരു അന്ധവിശ്വാസിയായിട്ടുള്ള വിഷയം നേരെ ചൊവ്വെ മനസ്സിലാക്കാൻ കഴിയാത്ത, നകലും കൊടുത്ത് മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾ ചെന്ന് പതിക്കുക എന്നതാണ്. എന്നിട്ട് അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യും, പിന്നെ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പിശാച് നിർവഹിക്കുമെന്ന്
എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ അതിന്റെ പരിഹാര ക്രിയ എന്ന നിലക്കാണ് പിന്നെ തെറാപ്പി, അതേപോലെ തന്നെ ശൈത്താനെ ഇറക്കണം. കഴിക്കാൻ പിന്നെ ഇറക്കേണ്ടി വരുമല്ലോ, അതിലൊരു വിഷയം. അപ്പൊ പിന്നെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ അത് അടിച്ചിറക്കി. ഈ വിഷയം സംസാരിക്കുന്നതിന്റെ 2 ആഴ്ച, കഴിഞ്ഞ ആഴ്ച അല്ലാത്ത അതിന്റെ തൊട്ട് മുമ്പത്തെ ആഴ്ചയിൽ പറഞ്ഞതുപോലെ പിന്നെ ഹസീനമാണ് കൊല്ലപ്പെടുക. അതേപോലെ തന്നെ ഗഫൂറാജിന്റെ വിഷയം തന്നെ. ഗഫൂറാജി കൊല്ലപ്പെട്ടത് മനുഷ്യ പിശാചുക്കൾ നിർവഹിച്ചതാ. ഷമീനയും സഹോദരങ്ങളും അവരാണ് അടിച്ചു കൊന്നത്. യഥാർത്ഥ ജിന്നുകളെ നമ്മളെ കാണും, നമുക്ക് അവരെ കാണാൻ കഴിയില്ലെങ്കിലും അവരിതിലൊന്നും ഭാഗവാക്കാകാതെ അവര് നിന്ന് നോക്കുക. കണ്ടില്ലേ, കൊല്ലേണ്ടതൊക്കെ കൊന്നിട്ട് എല്ലാം തട്ടിയെടുത്തിട്ട് എന്നിട്ട് നമ്മുടെ പേര് ചാർത്തി കളയുക. നമ്മുടെ പേര് ചാർത്തി കളയാണ്. അവിടെ പിശാചി ഒരർത്ഥത്തിൽ വിജയിച്ചു. വിശ്വാസം നടത്തി, ആർത്തി ഉണ്ടാക്കി, ആ രൂപത്തിലേക്ക് പ്രബോധനം നടത്തി, ശരീരയെ കൊണ്ടും കൂട്ടാളികളെ കൊണ്ട് ഇക്കാര്യം നിർവഹിച്ചു. അതല്ലാതെ പിശാചി പരിപാടി എടുത്തോ, ദത്തെടുത്തു കൊടുത്തോ, അടിച്ചോ, ചുമലിലേക്ക് ലഭിച്ചോ, ഇതൊന്നും പിശാചി ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ രൂപം മാറിയിട്ട് വരിക. എന്നിട്ട് അങ്ങനെ രൂപം മാറി വരാൻ കഴിയുന്നുണ്ടെങ്കിൽ ദാമ്പത്യത്തെ പിന്നെ പിരിക്കലും ഇല്ലാതാക്കാൻ പിശാചിന് ഏറ്റവും ഇഷ്ടമുള്ള ഇതാ. അപ്പൊ അങ്ങനെയെങ്കിൽ ഭാര്യയുടെ രൂപത്തിൽ പിശാചിന് മാറുക. എന്നിട്ട് ബീച്ചിൽ എവിടെങ്കിലൊക്കെ ഒരു പിന്നെ സ്ഥലത്ത് വെച്ചിട്ട് ഭർത്താവ് കാണുക, എന്റെ ഭാര്യ ഇങ്ങനെ അവിടെ കാണുന്നത് എന്റെ വീട്ടിലെത്തിയുമ്പോൾ ചോദിക്കുക, എന്നെ അവിടെ കണ്ടല്ലോ എന്ന്. അത് ഞാൻ അവിടെ പോയിട്ടില്ല, അത് എന്റെ ഓളത്തിൽ പിശാചായിരിക്കും എന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ? CCTV വെച്ചാലും മോഷണത്തിന് രക്ഷപ്പെടാൻ കഴിയുക. കാരണം പിടിക്കപ്പെട്ട പ്രതികള് പിന്നെ മോഷണം നടത്തിയ കള്ളന്മാർ പറയും, ഞങ്ങൾ ചെയ്തിട്ടില്ല, CCTV ഞങ്ങളെ കാണും, പക്ഷെ അത് ഞങ്ങളല്ല, ഞങ്ങളുടെ രൂപത്തില് പിശാചി രൂപം മാറി വന്നിട്ട് അവിടെ മോഷണം നടത്തി പോയതാണ് എന്ന്. അഥവാ പ്രകൃതി വ്യവസ്ഥയെ, പ്രപഞ്ച വ്യവസ്ഥയെ, മനുഷ്യ ജീവിതത്തെ, പരസ്പര വിശ്വാസത്തെ കംപ്ലീറ്റ് ഡിസോർഡർ ആക്കുന്ന വിധത്തിലുള്ള ഒരു പ്രാമാണിക വായന നടത്തി അതിലിങ്ങനെ പ്രമാണത്തെ ആ രൂപത്തിലൂടെ വ്യാഖ്യാനിച്ച് ഏതെങ്കിലും ആളുകളെ പ്രയാസപ്പെടുത്തി സത്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. അള്ളാഹുവിന്റെ ദീൻ എന്ന് പറയുന്ന നിർഭയത്വം, ആ സാമൂഹിക നിർഭയത്വം, കുടുംബത്തിലെ നിർഭയത്വം, അതിലെ സുരക്ഷിതത്വം, അതേപോലെ തവക്കുല്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകണം. എന്നിട്ട് ആയത്തിന്റെ വ്യാഖ്യാനിക്കും, വ്യാഖ്യാനിച്ച മുഫസ്സിറുകളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അതിന്റെ വ്യാഖ്യാനത്തെ പഴുതടച്ച് അനലൈസ് ചെയ്ത് ഈ പറയുന്ന ഇസ്ലാമിക ജീവിതത്തിലൂടെ ഇസ്ലാമിക് സൊസൈറ്റിക്കും മുസ്ലിമീങ്ങൾക്കും മൊത്തം കിട്ടുന്ന ഒരു പവർ പോയിന്റ് കിട്ടണം. ആ രൂപത്തിൽ കിട്ടുന്ന രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങൾ, അതാണ് കൂടുതൽ പ്രാമാണികമായ അമ്ന് നൽകുന്ന വ്യാഖ്യാനം എന്ന് പറയുന്നത്. ഇമാം റാസി റഹ്മത്തുള്ളാഹി വളരെ കൃത്യമായി പറഞ്ഞു, പിശാചിനെ മനുഷ്യനെ അടിച്ചു വീഴ്ത്തുക, ആ രൂപത്തിൽ തള്ളിയിടുക, ഇതൊന്നും സാധിക്കുകയില്ല എന്നാണ്. രണ്ടാമത്തെ സൂറത്തുൽ ബഖറയിലെ 275-ാമത്തെ ആയത്താണ് പറയുക, പലിശ തിന്നുന്നവനെ അവനെ പിശാചെ മറിച്ചിടുന്നവനെ പോലെയായിരിക്കും പരലോകത്ത്, അതിനാൽ അവൻ എഴുന്നേറ്റ് വരിക എന്നതാണ് അറബികളുടെ ഒരു പ്രയോഗം. എല്ലാ തിന്മകളെയും പിശാചിലേക്ക് ചേർത്തി പറയുക. അതുകൊണ്ട് തന്നെ ഭ്രാന്ത് ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിശാച് ബാധിച്ചു എന്ന് പറയുക. അതുപോലെ തന്നെ തഫ്സീറിൽ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ആ രീതിയെ കുറിച്ചാണ് യതഹബ്ബത്തു ശൈത്താൻ എന്ന് പറയുന്നത്. അഥവാ ഒരു പ്രത്യേക രൂപത്തിൽ പലിശയുടെ ആ ആർത്തിയും കാര്യങ്ങളും, അങ്ങനെ പലിശയുമായി ബന്ധപ്പെട്ട അത്യാഗ്രഹത്തോടുകൂടി ജീവിച്ച മനുഷ്യന്റെ ആക്രോശങ്ങളെ, അവന്റെ അമിത ആഗ്രഹങ്ങളെ, ആളുകളെ പറ്റിച്ചത്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഉപമാ പ്രയോഗത്തെ അസ്ഥാനത്ത് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ആയത്ത് പറഞ്ഞത് എന്തിനാണ്? ആ പറഞ്ഞത് പഠിപ്പിക്കപ്പെടാതെ അല്ലെങ്കിൽ പറഞ്ഞ വിഷയത്തിന്റെ മെറിറ്റ് മനസ്സിലാക്കാതെയാണ് പലപ്പോഴും ഈ വിഷയത്തിലെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പലിശയുടെ ഗൗരവം അറിയിച്ചത്, അതാണ് മാറ്റിയിട്ട് പിശാചുവാദിയും പിശാചു കൂടലുമാണ് ഈ ആയത്തിൽ. പിശാചുവാദിയും പിശാചു കൂടലും എല്ലാം ചർച്ച. മറിച്ച് ഒരാൾ പലിശ മുമ്പറിൽ വെച്ച് പലിശയുടെ ഗൗരവം പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഹറാമിലേക്ക് എത്തിക്കുകയും ഉപജീവന ഹറാമാക്കുകയും പ്രാർത്ഥന നിഷ്ഫലമാക്കുകയും ചെയ്യുന്ന കാര്യം. അപ്പൊ പലിശയുമായി ബന്ധപ്പെട്ട ഗൗരവത്തെ ഉറച്ചി മറ്റൊരു വിഷയത്തിലേക്ക് അതിന് പ്രമോഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ആയത്തിലെ ദുർവ്യാഖ്യാനിക്കുക എന്ന് പറയുന്നത്, ദുർവ്യാഖ്യാനിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആ രൂപത്തിൽ പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരാൾ മനസ്സിലാക്കാൻ കഴിയില്ല. ചുവയ്ക്ക് പള്ളി പോകുന്ന സമയത്ത് പിശാചിനുള്ള കാര്യം വെച്ച് വയ്ക്കുക, എന്നിട്ട് കുറച്ചിടുക. തഹജ്ജുദ് സമയത്ത് പിശാചിനെ പ്രത്യക്ഷമായിട്ട് വന്നിട്ട് ഇടപെടാൻ കഴിയുന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിലേക്ക് ആ ഒരു അർത്ഥത്തിൽ വന്ന് ഇടപെടാൻ സാധിക്കുമെങ്കിൽ 4 മണിക്ക് എഴുന്നേറ്റ് ഒരാൾ തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ മനസ്സിൽ വിശ്വാസം നടത്തുന്നതിന് പുറമെ ശ്രദ്ധ തെറ്റിക്കാനും അവനെ തകർക്കാനും ആ കർമ്മത്തിൽ അവനെ മാറ്റാനും വേണ്ടിയിട്ട് തൊട്ടപ്പുറത്തുനിന്ന് വാതിലിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മുട്ടിയാൽ മതി, ഒന്നിങ്ങനെ ഒച്ചണ്ടാക്കിയാൽ മതി. അപ്പോൾ തന്നെ നിശബ്ദമായ അന്തരീക്ഷത്തിൽ എവിടുന്ന ഒരു സൗണ്ട് ഇങ്ങനെ വരുന്നത്, ഇതിന്റെ ശ്രദ്ധ പോയി നോക്കുമ്പോഴൊന്നും കാണൂല. അത്രത്തോളം പിശാചിന് സാധിക്കും? ഒരിക്കലും സാധിക്കുകയില്ല. അപ്പൊ പിശാചിനെ അന്തം ഒതുക്കാത്ത കഴിവ് കൊടുത്തുകൊണ്ട് അപ്രമാദിത്വം നൽകിയിട്ടുള്ള വ്യാഖ്യാനങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. 4-ാം അധ്യായം സൂറത്ത് നിസായിലെ 76-ാമത്തെ ആയത്തിൽ ഇന്ന കൈദ ശൈത്താനി കാന ദഈഫ, തീർച്ചയായിട്ടും പിശാചിന്റെ തന്ത്രങ്ങൾ ഒരർത്ഥത്തിൽ ദുർബലമാണ് എന്ന് പറയാൻ അല്ലാഹു പറഞ്ഞെടുത്ത് നിന്നാൽ മതി.
അഥവാ വിശ്വാസത്താക്കാൻ കഴിയും. അതിലുപരിയായിട്ടുള്ളതൊക്കെ ദൗർബല്യം നിറഞ്ഞതാണ് എന്ന് പിശാചെന്ന് പറയാം. അന്ത്യനാൾ സംഭവിച്ച് വിചാരണ കിടക്കുന്ന വേളയിൽ 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിമിലെ 22-ാമത്തെ ആയത്തിൽ നിങ്ങളുടെ മേൽ എനിക്ക് ഒരു അധികാരവും ഒരു അധീശത്വവും ആ അർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല. ഇല്ല ഞാൻ നിങ്ങളെ ക്ഷണിച്ചു, വിശ്വാസം നടത്തി, ദുർബോധനം നടത്തി, നിങ്ങൾ എനിക്ക് ഉത്തരം നൽകി. അതുകൊണ്ട് നിങ്ങളെ എന്നെ ആക്ഷേപിക്കണ്ട, നിങ്ങൾ നിങ്ങളെ തന്നെ ആക്ഷേപിച്ചു കൊള്ളുക എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളെ ദുർബോധനം നടത്തിയപ്പോ നിങ്ങൾ എന്ത് ചെയ്തു? അതിനനുസരിച്ച് നിങ്ങൾ ഉത്തരം നൽകി. രാവിലെ സമയത്ത് എഴുന്നേൽക്കാതിരിക്കാൻ ദുർബോധനം നൽകി, നല്ല തണുപ്പും പുതപ്പും കാര്യങ്ങളും എത്തി. അവങ്ങനെ സുബഹിക്ക് എഴുന്നേൽക്കാത്തവന്റെ ചെവിയിൽ പിശാച് മൂത്രയിക്കുന്ന അവനോട് രാവിലെ എഴുന്നേറ്റിട്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നനവ് കാണൂല. അത് ആനുകാലിക പ്രയോഗം. എന്താ മൂത്രയിക്കുന്നു പറഞ്ഞാൽ അവരിങ്ങനെ ദുർബോധനം നടത്തും. കിടന്നു ഈ ടൈമുണ്ട്, ബാങ്ക് കൊടുത്തിട്ടേ ഉള്ളൂ, 20 മിനിറ്റിന്റെ ജമാഅത്തെ അങ്ങനെ കെടുത്തി അവരുടെ ജമാഅത്ത് അവസാനം ചെയ്യും. പിശാച് നഷ്ടപ്പെടുത്തു. ജമാഅത്തിന്റെ ബാങ്ക് കൊടുക്കാൻ ടൈമായി. അപ്പോഴും പറയാം ഒരു കാര്യം വരാം, ഒന്ന് ചായ കുടിച്ച് വരാ എന്ന് പറയാം. ചിലപ്പോൾ സുഹൃത്താവ് പറയണത് അവൻ മനുഷ്യപ്പെട്ട പിശാചാണ്. കാരണം ജുമാഅത്ത് നേരത്തെ വന്നിട്ട് ഒട്ടകത്തർക്ക് കൊടുത്ത കൂലി കൊടുത്ത് കൊണ്ടുപോവുക, ഒരു ചെറിയ കാര്യം വരാം എന്ന് പറഞ്ഞുകൊണ്ട്. അതല്ലെങ്കിൽ ഇവർക്കാണ് പിശാച് തോന്നിപ്പിക്കാറുണ്ട്. ഇനിയും ടൈം ഉണ്ടല്ലോ, 10 മിനിറ്റ് കൂടിയിട്ട് ചെറിയ മസാല ദോശ അടിച്ചു വരാം എന്നുള്ള നിലക്ക് എന്ത് ചെയ്യാം, അവരെ തിരിച്ചു വരുമ്പോഴേക്ക് ടൈം ഉണ്ട്. ഇതാണ് പിശാചിന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ. അതല്ലാതെ അതീശത്വം പിന്നെ നടത്തിയിട്ട് പിന്നെ നമ്മുടെ പള്ളിയിലേക്ക് പോകുന്നിടത്ത് പ്രയാസം ഉണ്ടാക്കുക, പിന്നോട്ട് വലിക്കുക, ഇതൊക്കെ പരിപാടിയില്ല. 16-ാം അധ്യായം സൂറത്തുൽ നഹ്ലിലെ 99-ാമത്തെ ആയത്ത് ഇന്നഹു ലൈസ ലഹു സുൽത്താൻ, തീർച്ചയായും അവർക്ക് പിശാചിന്റെ സുൽത്താൻ അധികാരം അതീശത്തല്ല. അലല്ലദീന ആമനു, വിശ്വാസികളുടെ മേൽ, വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അല്ലാഹുവിൽ വരമേൽപ്പിച്ച് ജീവിക്കുന്ന ആളുകളുടെ മേൽ തീരെയില്ല. പറയുന്നത് അള്ളാഹുവിന്റെ വരമേൽപ്പിച്ച് ജീവിക്കുന്ന ആളുകളുടെ മേൽ തീരെയില്ല. അതിശയത്തിൽ ചെലുത്താൻ കഴിയില്ല. 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രാ 65-ാമത്തെ ആയത്ത് ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ, ഇന്ന ഇബാദി തീർച്ചയായിട്ടും എന്റെ അടിമകൾ, ലൈസ ലക അള്ളാഹുവിന്റെ പിശാചോ ലൈസ ലക നിനക്കില്ല, അലൈഹിം അവരുടെ മേൽ സുൽത്താൻ അധികാരം, അപ്രമാദിത്വം, അതീശത്വം, വകഫാ ബിറബ്ബിക വകീല തീർച്ചയായിട്ടും നിനക്ക് എന്റെ രക്ഷിതാവ് മതി. അല്ലാഹുവിന്റെ റസൂൽ പറയാ നിനക്ക് നിന്റെ റബ്ബ് മതി, വക്കീലായി ഭരണമേൽപ്പിക്കാൻ പറ്റുന്നവനായിട്ട് എന്ന്. ഈ രൂപത്തിലൊക്കെ ഖുർആനിലെ സൂക്തങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെ വന്ന കാര്യങ്ങൾ ആ പരിധിയിൽ നിൽക്കുക. ആ പരിധി നിർഭയത്വത്തിന്റെ പരിധിയാണ്, തൗഹീദിന്റെ പരിധിയാണ്. അതിശയോക്തിയുടേതല്ല, അമിത വായനയുടേതല്ല, ആശയ വായനയുടെയും കാര്യങ്ങൾ അതിൻ്റെതായി ഉറട്ടി മനസ്സിലാക്കി എടുക്കുന്നതുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ വിച്ഛേദിച്ച് വകതിരിച്ച് മനസ്സിലാക്കുവാനും അങ്ങനെ തിരിച്ചറിവോടുകൂടി മുന്നോട്ട് പോകുവാനും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി كما يحب ربنا ويرضى واشهد ان لا اله الا الله وحده لا شريك له صلى الله على نبينا محمد وعلى اله وصحبه ومن تبعهم باحسان الى يوم الدين. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, അല്ലാഹുവിന്റെ ദീനീ വിവരങ്ങൾ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ചുകൊണ്ട് അവന്റെ ഹൃദയം മഹബത്ത് നഷ്ടപ്പെടാത്ത തഖ്വയും ഇഖ്ലാസും ഈമാനും കൈമുതലാക്കി ജീവിതം മുന്നോട്ട് നീക്കുന്ന ഉൾബുദ്ധരിൽ ഉൾപ്പെടണമേ എന്ന് രണ്ടാമതൊരിക്കൽ കൂടി നിങ്ങളെ ഉണർത്തുകയാണ്. അല്ലാഹുവേ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പിശാച് നമ്മെ നിർവഹിക്കുന്നത് അല്ലാഹു നേർക്ക് നേരെ അറിയിച്ചത് വിശുദ്ധ ഖുർആനിലെ 114-ാം അധ്യായം സൂറത്തു അൻ-നാസിലൂടെയാണ്. മുഅബ്ബിദതാലെ ശരണം തേടൽ അധ്യായം എന്ന നിലക്ക് നിരന്തരമായി നമ്മൾ പാരായണം ചെയ്യേണ്ടതുമാണ്. നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള അതീശത്വം ചെലുത്തുകയില്ലെങ്കിൽ പിശാച് നമ്മെ ഉണ്ടാക്കുന്ന ദുർബോധനത്തിൽ നിന്നുള്ള രക്ഷ നേടാൻ കാവല് തോന്നുക എന്നത് വളരെ പ്രധാനമാണ്. എല്ലാ ബന്ധങ്ങളെയും ഛിന്ന ഭിന്നമാക്കി നടത്തും. അതേപോലെ തന്നെ നമ്മെ ശിർക്കിലേക്കും ബിദ്അത്തുകളിലേക്കും ഹറാമുകളിലേക്കും അനിസ്ലാമികതകളിലേക്കും അശ്ലീലങ്ങളിലേക്കും മന്ദായ്മകളിലേക്കും ഒക്കെ നമ്മെ എത്തിക്കുന്നതിൽ പിശാചിന്റെ വലിയ പങ്കുണ്ട്. ഇന്ന ശൈത്താന ലക്കും അദുവ്വുൻ മുബീൻ, തീർച്ചയായും പിശാച് എന്ന് പറയുന്നത് നിങ്ങളുടെ ശത്രുവാണ്. ആ ശത്രുവിനെ അതിൻ്റെതായ രൂപത്തിൽ നിങ്ങൾ കൈകാര്യം ചെയ്യണമെന്നാണ്. എങ്ങനെയാ കൈകാര്യം ചെയ്യേണ്ടത്? പ്രാർത്ഥനകളിലൂടെ, ശരണം തേടലിലൂടെ,
ഇഖ്ലാസ് വർദ്ധിപ്പിച്ച് തഖ്വയെ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് പിശാചിനെ നമ്മൾ നേരിടേണ്ടത്. അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആനിലുണ്ട്. അതേപോലെ തന്നെ ദിക്റുല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് സൂറത്തുൽ നാസിലുള്ള മിൻ ശർരിൽ വസ്വാസിൽ ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ജനങ്ങളുടെ നാഥനോട് ഞാൻ ശരണം തേടുന്നു. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ്, ജനങ്ങളുടെ രാജാധിരാജനോട്. ഇലാഹിൻ നാസ്, ജനങ്ങളുടെ ആരാധ്യനോട്. എന്തിൽ നിന്നാണ് ശരണം തേടുന്നത്? മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, അഥവാ വസ്വാസ് നടത്തി മനസ്സിൽ ദുർബോധനം നടത്തി പിന്മാറിക്കളയുന്ന പിശാചിന്റെ ശബ്ദം. മനസ്സിൽ ദുർബോധനം നടത്തി പിന്മാറിക്കളയുന്ന പിശാചിന്റെ ശബ്ദം. ഖന്നാസ് അടിവരയിട്ട് വായിക്കണം. ദുർബോധനം നടത്തി പിശാചിന്റെ കയറി കൂടിയിട്ട് അവിടെ കുത്തിരിക്കാന്നല്ല. ഖന്നാസ് എന്ന് പറഞ്ഞാൽ ദുർബോധനം നടത്തിയിട്ട് നിന്നിട്ടാണ് പിന്മാറിക്കളയും, ബാക്കി അതിനനുസരിച്ച് നമ്മൾ നിന്നാണ് ചെയ്യും എന്നാണ്. ആ ശബ്ദത്തിൽ നിന്ന്, ആ തിന്മയിൽ നിന്ന്, ആ വസ്വാസിൽ നിന്ന് അള്ളാഹുവിന്റെ രക്ഷ തേടണം. എവിടെയാണ് വസ്വാസ് നടത്തൽ? മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്, മനുഷ്യന്റെ ഹൃദയങ്ങളിൽ, മനുഷ്യന്റെ ഹൃദയത്തില് ദുർബോധനം നടത്തിയിട്ട് വസ്വാസ് നടത്തി പിന്മാറിക്കളയുന്ന ആ വസ്വാസാണ് പിശാച് എക്കാലം നടത്തിയത്. ആദ്യ മനുഷ്യനും ആദ്യത്തെ പ്രവാചകനുമായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്വർഗ്ഗം നഷ്ടപ്പെടാനുള്ള കാരണം എന്താ? സൂറത്ത് അഅറാഫിലും സൂറത്തുൽ ബഖറയിലും വിശുദ്ധ ഖുർആനിലൂടെ പരാമർശിച്ചു. ഒന്ന് ഫഅസല്ലഹു ശൈത്താൻ, മറ്റൊരു ആദം നബിക്ക് അവർ വസ്വാസ് ഉണ്ടാക്കി ദുർബോധനം നടത്തി എന്നാ പറഞ്ഞത്. അതല്ലാതെ ഒക്കിയിട്ട് മരത്തിലേക്ക് അടുക്കരുത്, അള്ളാഹ് കൊടുത്ത കൽപ്പന നിങ്ങൾ ആ മരത്തിലേക്ക് അടുക്കരുത് എന്നാ. എന്നാൽ പിശാച് നിങ്ങൾക്ക് ഇവിടെ അനുസരണ കിട്ടും, നിങ്ങൾ ആ മരത്തിൽ ചെന്ന് അതിന്റെ കനി നിങ്ങൾ പറിച്ച് കഴിച്ചു കഴിഞ്ഞാൽ എന്ന് ദുർബോധന നടത്തിയത്. അതല്ലാതെ ആദമിനെ പൊക്കിയിട്ട് പിശാച് ഇങ്ങനെ ആ മരത്തിലേക്ക് തള്ളിക്കൊണ്ടുപോയിട്ട് അവിടുന്ന് നിർബന്ധിപ്പിച്ച് അതീശത്ത് നടത്തി തഫക്കുത്ത് നടത്തിയിട്ട് അങ്ങനെ കഴിപ്പിച്ചതാണോ? അല്ല, വസ്വാസ് നടത്തിയിട്ടാണ് തെറ്റിച്ച് കളഞ്ഞത്, സ്വർഗ്ഗം നഷ്ടപ്പെടുത്തി കളഞ്ഞത് എന്ന് സൂറത്ത് അഅറാഫിലും അതേപോലെ തന്നെ സൂറത്തുൽ ബഖറയിലൂടെയും പറയാൻ. അതാണ് പിശാചിന്റെ ചെയ്യുന്ന കാര്യം. 7-ാം അധ്യായ സൂറത്ത് അഅറാഫിലെ 11 മുതൽ 18 വരെയുള്ള സൂക്തങ്ങളുണ്ട്. അള്ളാഹും ശൈത്താനും തമ്മിലുള്ള സംഭാഷണമാണ്. അള്ളാഹിന്റെ കൽപ്പന ആദമിന്റെ സുജൂദ് ചെയ്യാൻ പറഞ്ഞ് ധിക്കരിച്ച ആ സമയം മുതൽ പിന്നെ നീ പുറത്താണ്, നീ റജീമാണ്, ആട്ടി അകറ്റപ്പെട്ടവരാണെന്ന് പറഞ്ഞപ്പോ പിശാച് പറഞ്ഞു, എങ്കിൽ അന്ത്യനാൾ വരെ എനിക്ക് ആയുസ് നെട്ടിത്തരണം, അത് നിനക്ക് ആയുസ് നെട്ടിത്തരാൻ. അങ്ങനെ നീ എനിക്ക് ആയുസ് നെട്ടിക്കഴിഞ്ഞാൽ നിന്റെ അടിമകളുടെ ഇടത്തും വലത്തും എല്ലാ ഭാഗത്തും അവരെ വിശ്വാസിലാക്കില്ല, ഓവിയല്ല, അവരെ പിടപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഭാഗങ്ങളിലും ഞാൻ വന്നുകൊണ്ടിരിക്കുമെന്ന് പിശാച് പറഞ്ഞു. ആ സമയത്ത് അള്ളാഹ് പറഞ്ഞു, ഇഖ്ലാസുള്ള അടിമകളെ നിനക്ക് പിഴപ്പിക്കാൻ സാധ്യമല്ലായിരുന്നു. അപ്പൊ അവിടെയും പറഞ്ഞത് പിഴപ്പിക്കുന്നതിന് വേണ്ടി വസ്വാസ് നടത്തുന്നതിന് വേണ്ടി വരുമെന്നാണ്. ഞാൻ അള്ളാഹുവിൽ നിന്ന് ഏറ്റെടുക്കുന്നത്, അള്ളാഹ് കൊടുത്തതും ആ രൂപത്തിലാണ്. അപ്പൊ അങ്ങനെയാകുമ്പോ അതെല്ലാത്തതിനെ മറ്റൊരു തരത്തിൽ നോക്കാനും പ്രയാസം. പിന്നെ ഒരു ഹദീസ്, ആ ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇന്ന ശൈത്താന യജ്രി മജറത്തം, ഇന്ന ശൈത്താന തീർച്ചയായും പിശാച് മനുഷ്യന്റെ രക്തം സഞ്ചരിക്കുന്നിടത്തൊക്കെ സഞ്ചരിക്കും. മനുഷ്യന്റെ രക്തം സഞ്ചരിക്കും. ആ പിശാച് ശരീരത്തിന്റെ ഉള്ളിൽ കയറിയിട്ട് രക്തം സഞ്ചരിക്കുന്ന സ്ഥലങ്ങൾ അടക്കം പിശാച് ഇങ്ങനെ അങ്ങനെ സഞ്ചരിക്കും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചതല്ല. അത് ആലങ്കാരികമായി പറഞ്ഞതാ. എന്താ ആലങ്കാരികമായി പറഞ്ഞതിന് ഹഖീഖത്ത് ഒരു സന്ദേശം നൽകിയത് എന്താ? പരിശുദ്ധായത്തിൽ പറഞ്ഞതുപോലെ ഇവിടെ ഈ വിഷയത്തിന്റെ മെറിറ്റ് മാറ്റി നിർത്തിയിട്ട് ഈ ഹദീസിൽ നിന്ന് കിട്ടേണ്ടത് എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന പള്ളിയിലെ ഇരുട്ടുള്ള സമയത്ത് മഗ്‌രിബിന് ശേഷം തന്റെ ഭാര്യ സഫിയ റളിയല്ലാഹുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അൻസാരികളായ 2 സഹാബികൾ ഇങ്ങനെ നടന്നുപോയി. അപ്പൊ അവരെ വിളിച്ചു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, എന്റെ ഭാര്യ സഫിയ കേട്ടോ. അപ്പോ സഹാബികൾ പറഞ്ഞു, അതിനെന്താ റസൂലേ? അതിനെന്താ? അപ്പോൾ റസൂൽ പറഞ്ഞത്, ഇന്ന ശൈത്താനെ ജീവജന്തം, തീർച്ചയായിട്ടും പിശാച് മനുഷ്യന്റെ രക്തം സഞ്ചരിക്കുന്നതൊക്കെ സഞ്ചരിക്കും. എന്നിട്ട് ഹദീസിലുണ്ട്, ഹൃദയത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ, ദുർബോധനം, തോന്നലുകൾ ഇട്ട് അങ്ങനെ ഹൃദയത്തിൽ ഇട്ട് നൽകുമെന്നാണ്. അതുകൊണ്ട് നിങ്ങളെ എന്റെ ഭാര്യ സഫിയാണെന്ന് പറയാം. എന്താ ഹദീസിലുള്ള മെസ്സേജ്? പ്രവാചകൻ പോലും തന്നെ വിശ്വാസത്തിലെടുത്ത സഹാബികൾക്കിടക്ക് തെറ്റിദ്ധാരണ വരാതിരിക്കാൻ വേണ്ടി എത്ര ശ്രദ്ധിച്ചു. അപ്പൊ നമ്മളൊക്കെ ആൺപൺ പെരുമാറ്റങ്ങളിലും കാര്യങ്ങളിലും ഒക്കെ അതിന്റെ സ്ത്രീകളുമായി പെരുമാറുന്ന സമയത്തൊക്കെ എത്ര പേര് ശ്രദ്ധിക്കേണ്ടി വരും. സ്വന്തം ഇടയോട് സംസാരിക്കുമ്പോ ഒരിക്കലും തെറ്റിദ്ധരിക്കാൻ സാധ്യതയില്ലാത്ത സഹാബികളോട് പോലും ആ തെറ്റിദ്ധാരണക്ക് സാധ്യതയുള്ള ഒരു കോൺടാക്സ്റ്റ് അതീവ സൂക്ഷ്മതയോടെ പ്രവാചകൻ കൈകാര്യം ചെയ്തു എന്നത് വലിയ മാതൃകയാണ് എക്കാലം.
കാലത്തേക്കും. അതാണ് ഒന്ന് കിട്ടേണ്ടത്. രണ്ടാമത്തേത്, അവർക്ക് ഇതിൽ നിന്ന് വല്ല വിശ്വാസം ഉണ്ടായിട്ട് നബി ആരോടാ സംസാരം, മനുഷ്യരാണല്ലോ, അപ്പൊ സ്വാഭാവികമായിട്ട് ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടായിട്ട് അല്ലെങ്കിൽ ഈ നേരത്തെ നബി സ്ത്രീയോട് ആരോടാ സംസാരിച്ചത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഊഹമില്ല ഉണ്ടാകാൻ സാധ്യതയുണ്ട്, തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുവഴി വല്ല ഏഷണയിലേക്കോ പരദൂഷണത്തിലേക്കോ ഇനി അടുത്ത ആളോട് പറയുമ്പോ അങ്ങനെ പോകാൻ സാധ്യതയുണ്ട്. ഇന്ന ഭാഗം തന്നെ ഊഹത്തിൽ മിക്കതും പാവാൻ അതിലേക്ക് കടക്കാൻ പാടില്ല. അതിനാണ് ഈ കാര്യം പറഞ്ഞത്. പിന്നെ പിശാച് സഞ്ചരിക്കുന്നു പറഞ്ഞാൽ പിശാച് നമ്മെ കൊണ്ട് കയ്യും രക്തം സഞ്ചരിക്കുന്ന ഇടങ്ങളൊക്കെ എവിടെ കൊണ്ട് ഏതൊക്കെ അവയവങ്ങളുണ്ടോ അവയെല്ലാം കൊണ്ട് തിന്മ ചെയ്യിപ്പിക്കാൻ അങ്ങനെ വിശ്വാസിലാക്കാൻ സാധിക്കും. കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, തലച്ചോറുകൊണ്ട്, വിചാരം കൊണ്ട്, അതേപോലെ തന്നെ കൈകാലുകൾ കൊണ്ടൊക്കെ പിശാച് തിന്മയും തെറ്റും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതാണ് ആ ഒരു അർത്ഥത്തിലും കൂടി അത് വായിക്കപ്പെടാവുന്നതാണ്. അതല്ലാതെ ശരീരത്തിലൂടെ പിശാച് കൂടി നടക്കും എന്ന രൂപത്തിലുള്ള വ്യാഖ്യാനം അതിനൊരു പഴുതടച്ച ഒരു വ്യാഖ്യാനമായി തീരുകയില്ല. ആരൊക്കെ നിനക്ക് വ്യാഖ്യാനിക്കുന്നു എന്നതല്ല, ഒരു വിഷയം അതിന്റെ കോർ പോയിന്റിൽ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ അഥവാ ശൈത്താൻ, ജിന്ന്, പിശാച്, ഇബ്ലീസ് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ചർച്ചക്കെടുക്കുമ്പോൾ ഈ ഉമ്മത്തിന്റെ ആത്മാവ് നഷ്ടപ്പെടാത്ത പോലത്തിൽ, ഐക്യബോധം നഷ്ടപ്പെടാത്ത പോലത്തിൽ അതിന് ഇൽമിയായ ഒരു തലമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള നിലപാടുകളാണ് ഇസ്ലാമിക ഉമ്മത്ത് സ്വീകരിക്കേണ്ടത്. അതെല്ലാം ചർച്ച ചെയ്തുകൊണ്ട് അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ നിന്നൊക്കെ മാറുന്നതുകൊണ്ട് എന്തും എവിടെയും എങ്ങനെയും സംസാരിക്കാം, ഏത് പ്ലാറ്റ്ഫോമിലും കാര്യം സംസാരിക്കാം എന്ന രൂപത്തിൽ നിന്നൊക്കെ തീർച്ചയായിട്ടും മാറി നിൽക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം ജാഗ്രത പാലിച്ചുകൊണ്ട് തൗഹീദ്, തവക്കുൽ, അമല്, ഈമാൻ, ഇഖ്ലാസ്, തഖ്വ, തസ്ബീഹ്, ഇഹ്തിസാബ് ഇവയൊന്നും നഷ്ടപ്പെടാത്ത വിധത്തിൽ ദീനിന്റെ ടെർമിനോളജികളെ, ദീനീയ പ്രമാണങ്ങളെ വിലയിരുത്താനും വായിക്കാനും പങ്കുവെക്കാനും അല്ലാഹു ഇസ്ലാമിക ഉമ്മത്തിന്റെ അവധാനത പ്രദാനം ചെയ്യുമാറാകട്ടെ. അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോകുന്ന ന്യൂനതകളെ, തെറ്റുകുറ്റങ്ങളെ അല്ലാഹു നമുക്ക് പൊറുത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുവേ, നീ ഞങ്ങളുടെ സൃഷ്ടിപ്പിലൂടെ ഏൽപ്പിച്ച ദൗത്യം ആരാധനകൾ നിർവഹിച്ച് ഇഖ്ലാസോടുകൂടി ദീനീ ജീവിതം നയിക്കാനാണ്. മരിക്കുന്നത് വരെ ആ ഒരു പക്വതയും പ്രാപ്തിയും വൈജ്ഞാനിക ബോധവും ഞങ്ങൾക്ക് നീ നിലനിർത്തി തരണമേ നാഥ. അല്ലാഹുവേ, ഞങ്ങളുടെ ഹലാലായ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് നീ സാഫല്യം നൽകണമേ നാഥ. അല്ലാഹുവേ, ഉപജീവന വിഷയത്തിൽ ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണമേ. മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്ത് നൽകണമേ റബ്ബേ. അല്ലാഹുവേ, ഫലസ്തീനിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അരക്ഷിതമായി കൊണ്ടിരിക്കുന്നവർ, തീരുന്നവർ, ദിനപ്രതി കൊല്ലപ്പെടുന്നവർ, അല്ലാഹുവേ നീയാണ് നീതി സമ്പൂർണമായി വിധിക്കുന്നവർ. ഭാരതീയ ലോകത്ത് അവർ സഹിക്കുന്ന ത്യാഗങ്ങൾക്ക്, വേർപാടുകൾക്ക് നീതി സ്വീകരിക്കണമേ നാഥ. അവർക്ക് വരാനിരിക്കുന്ന ലോകത്ത് അങ്ങേറ്റത്തെ അനുഗ്രഹം പ്രദാനം ചെയ്യണമേ നാഥ. ഷഹാദത്ത് നൽകണമേ നാഥ. ആ മണ്ണ് നീ അവർക്ക് തിരിച്ചു കൊടുക്കണമേ നാഥ. പരീക്ഷണ പരമ്പരകൾക്ക് നീ അറിവ് നൽകണമേ നാഥ. അത്തരത്തിലുള്ള സാമൂഹിക അരക്ഷിതാവസ്ഥകളിൽ നിന്ന് ഞങ്ങളെ നീ സംരക്ഷിക്കണമേ നാഥ. والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم انصر إخواننا في هذه المنطقة المظلومة. اللهم كن نصيرا ومعينا للمجاهدين في هذه المنطقة. ربنا تقبل دعاءنا، ربنا تقبل دعاءنا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. والصلاة والسلام على رسولك الكريم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين.